അറിഞ്ഞോ? ടിക്കറ്റ് ഫിനാലെ തുടങ്ങി. അരുണിന് ചെറുതായിട്ട് പോയിന്റ് ഒക്കെ കിട്ടിയതിന്റെ പിന്നിൽ ബിഗ് ബോസിന്റെ പാർഷ്യാലിറ്റി ഉണ്ടോ? ഞാൻ അരുണിനെ പറയുന്നതാണെന്ന് പലരും പറയും, പക്ഷെ അല്ല. അരുണിനെയും വിശാലിനെയും ചെറിയ രീതിക്ക് സപ്പോർട്ട് ചെയ്യാൻ ബിഗ് ബോസ് ശ്രമിച്ചിട്ടുണ്ട്. അതിനകത്ത് അങ്ങനെ ഒരു സാധനം ക്ലിയർ ആയി വരുന്നുണ്ട്. ടിക്കറ്റ് ഫിനാലയിൽ എങ്ങനെ ഉണ്ടായിരുന്നു ടാസ്ക്? എനിക്ക് ഒന്നുമേ പറയാനില്ല. ഇതൊക്കെ ടിക്കറ്റ് ഫിനാലെയാണോ? ഇതിനേക്കാളും നല്ലത് വേറെ എന്തെങ്കിലുമൊക്കെ ആയിരുന്നു. നല്ല അത്തപ്പൂക്കള ഇടുകയോ അല്ലെങ്കിൽ കസേര കറക്കോ വടംവലിയോ ഒക്കെ ആവാമായിരുന്നു. അതിന് കുറച്ചും കൂടിയൊക്കെ സ്റ്റാൻഡേർഡ് ഉണ്ട്. കാരണം ഇതെനിക്ക് ഭയങ്കര ഒരു രസമായിട്ട് തോന്നിയതേ ഇല്ല. ഇത്തിരി നമുക്ക് ഓടാൻ കഴിവുണ്ടെങ്കിൽ ജയിക്കാൻ പറ്റുന്ന ഒരു ടാസ്ക് ആയിരുന്നു. പിന്നെ കുറച്ച് അവർ ചെയ്ത കുറച്ച് പാർഷ്യാലിറ്റി വേലകൾ ഉണ്ട് ബിഗ് ബോസ് ചെയ്തത്. മെയിൻലി നോമിനേഷൻ ഡേ ആണെന്ന് സൗന്ദര്യയും നമ്മുടെ മുത്തും ഒഴിച്ച് ബാക്കിയുള്ളവർ മൊത്തം നോമിനേറ്റഡ് ആയി. 8 പേര് നോമിനേറ്റഡ് ആയിരിക്കുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വാരി എറിഞ്ഞിട്ടുണ്ട്, നോമിനേഷനിൽ കൊണ്ടുവരാൻ നോക്കിയിട്ടുണ്ട്. ബിഗ് ബോസ് പറയുന്നുണ്ട്, ഇന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടു, നോമിനേഷനിലൊന്നും നിങ്ങൾ വലുതായിട്ടൊന്നും കുഴപ്പങ്ങളൊന്നും കാണിച്ചില്ല. സൗന്ദര്യ കാരണമാണ് റാണവിന് പോയിന്റ് കിട്ടിയതെന്ന്. ടിക്കറ്റ് ഫിനാലയിൽ റാണവിനും കിട്ടി 2 പോയിന്റ്, അരുണിനും കിട്ടി 2 പോയിന്റ്. അതെ, പക്ഷെ സൗന്ദര്യ കാരണമാണ് റാണവിന് കിട്ടിയത്. സൗന്ദര്യക്ക് അതിന്റെ പേരിൽ ഇത്തിരി, സൗന്ദര്യക്ക് ഒട്ടുമേ കണ്ടുകൂടാത്ത ആളാണ് റാണവ്. റാണവിന് ഇതും കൂടെ കിട്ടിയപ്പോഴത്തേക്ക് സൗന്ദര്യക്ക് പൊട്ടി അടങ്ങിയിരിക്കാൻ വയ്യാത്ത അവസ്ഥയാണ്. വൈകിപ്പിക്കണ്ട, തുടങ്ങാൻ നമുക്ക്. ഇന്നത്തെ അല്ല ഇന്നലത്തെയാണ്. കാരണം ഞാൻ സ്ഥലത്തില്ലായിരുന്നു, ഇപ്പോൾ വീട്ടിൽ വന്നതേ ഉള്ളൂ, വന്ന് കയറിയതേ ഉള്ളൂ. ബിഗ് ബോസ് സീസൺ 8 തമിഴിൻ്റെ ഡേ 85 ഡിസംബർ 30 ഫുൾ എപ്പിസോഡ് റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത്. സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ എം അൻസിഫ്. വീഡിയോ ആദ്യം കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമൻറ്റ് ചെയ്യണം. ഇതുപോലത്തെ ബിഗ് ബോസിൻ്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പം തന്നെ നമ്മുടെ പേജ് ഫോളോയും ചെയ്യണം. അപ്പോൾ ആദ്യം തന്നെ രാവിലെ എല്ലാവരും ആഹാരമൊക്കെ കഴിച്ചുകൊണ്ട് ഭയങ്കര ജോളി ആയിട്ടിരിക്കുകയാണ് പുറത്ത്. അപ്പോൾ ജാക്ലിനും മഞ്ചേരിയും കൂടെ ഒരു ഭാഗത്തിട്ട് സംസാരിക്കുന്നുണ്ട്. ഇന്നലെ വീക്കെൻഡിൽ വിശാലിനെ പൊളിച്ച് വിട്ടല്ലോ ജാക്ലിൻ. എന്താണ്, വിശാൽ ഓരോരുത്തരുടെ പിന്നിൽ നിന്ന് കളിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ വിശാലിനെ പൊട്ടി വിശാലും രാത്രി എന്തൊക്കെയോ ജാക്ലിനെ പറഞ്ഞിട്ടുണ്ട്. ഈ സാധനം എപ്പിസോഡിൽ ഇല്ല. അതിൻ്റെ ബാക്കിയായിട്ട് ഇവർ സംസാരിക്കുമ്പോഴാണ് എനിക്ക് തോന്നിയത്. ജാക്ലിൻ പറയാണ്, വിശാല് ഇൻഫ്ലുവൻസ് ആണെന്ന് പറഞ്ഞു. റാണവിനോട് പറയുന്നത് ഞാൻ കേട്ടതാണ്. പിന്നെ ഞാൻ ഇന്നലെ രാത്രി പറഞ്ഞതിനെ കറക്റ്റ് ചെയ്തുകൊണ്ട് ഒരു വലിയ സ്റ്റേറ്റ്മെന്റ് എൻ്റെ മേൽ ഉന്നയിച്ചിരിക്കുകയാണ് എന്നെല്ലാം മഞ്ചേരി എടുത്ത് ജാക്ലിൻ പറയുന്നുണ്ട്. മറുവശത്ത് അവരും കുറ്റം പറയുന്നു, ഇവിടെ ഇരുന്ന് ഇവരും കുറ്റം പറയുന്നു. എന്ത് ടോപ്പിക്കാണെന്ന് എപ്പിസോഡ് മാത്രം കാണുന്നവർക്ക് ഒന്നും പിടിയിട്ടത്തില്ല. ഇന്നലെ വിശാലിനെ പിന്നിൽ നിന്ന് കളിച്ചിട്ട് പലരും വെളിയിൽ പോകുന്നു, വിശാൽ ഇവിടെ സേഫായിട്ട് നിൽക്കുന്നു എന്നുള്ള കാര്യം ജാക്ലിൻ പറഞ്ഞു. പക്ഷെ ഇതിനിടയ്ക്ക് വിശാൽ പറഞ്ഞ കാര്യം, ഇവളെ നമ്പിക്ക ദ്രോഹം കാണിച്ചു, ജാക്ലിൻ നമ്പിക്ക ദ്രോഹം മുത്തുവിൻ്റെ അടുത്ത് ക്യാപ്റ്റൻസി ടാസ്കിൽ കാണിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് പറയാം. സൗന്ദര്യ വിശാലിനെ പറയാണ്, ഇപ്പം ഇവിടെ പുറത്തായിരിക്കുമ്പോൾ ഓക്കെ, എനിക്ക് ഫാമിലിയെക്കാളും വലുതൊക്കെ ഫ്രണ്ട്സ് തന്നെയായിരിക്കും, ഇവിടെ ഇമ്പോർട്ടൻറ്റ് ഫ്രണ്ട്സൊക്കെ ഉണ്ട്. പക്ഷേ ഞാനിവിടെ വരുന്നത് എനിക്ക് വേണ്ടി കളിക്കാനാണ്. അപ്പോൾ എനിക്ക് ഇനിയും ജാക്ലിൻ്റെ കൂടെ നിന്ന് ഒരു വില്ലത്തരം അല്ലെങ്കിൽ അവൾ ഒരു ഫ്രണ്ട്ഷിപ്പ് ഒരു വില്ലനായി മാറുന്നുണ്ടോ എന്നെനിക്ക് സംശയം ഉണ്ടെന്നൊക്കെ പറയുകയാണ്. എനിക്കറിയില്ല സൗന്ദര്യ ഏത് സ്റ്റാൻഡാണ് സ്വീകരിക്കുന്നത് എന്നുള്ളത്. ഒരു നേരം ഫ്രണ്ട്ഷിപ്പ് വേണമെന്ന് പറയും, ഒരു നേരം വേണ്ടെന്ന് പറയും, ഒരു നേരം പോയി ജാക്ലിനെ കെട്ടിപ്പിടിക്കും, ഒരു നേരം ഇവൾ അടിച്ച് ദൂരെ എറിയും. എന്താണെന്നുള്ള സൗന്ദര്യയ്ക്ക് അറിയാവൂ. അപ്പോഴാണ് വിശാൽ പറയുന്നത്, ജാക്ലിൻ നമ്പിക്ക ദ്രോഹം ചെയ്തിട്ടുണ്ട്, ഞാൻ പിന്നിൽ നിന്നാണ് കളിക്കുന്നതെന്ന് പറഞ്ഞു. ഞാൻ എന്താണ് പിന്നിൽ നിന്ന് കളിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് നമുക്ക് ഉത്തരവില്ല. അപ്പോൾ സൗന്ദര്യ, റാണവിൻ്റെ കേസ് എന്തോന്നടാ, റാണവ് എന്തോന്നാണ് ഇന്നലെ പറഞ്ഞത്? റാണവേ നീ ഒറിജിനലാണോ? അല്ല, ഞാൻ ഫേക്കാണ് എന്ന് റാണവ് തുറന്നു പറഞ്ഞു. എന്താണ് റാണവ് ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ സൗന്ദര്യ വിശാല സംസാരിച്ചിരിക്കുന്നു. മറുവശത്ത് മുത്തു, ദീപക്, മഞ്ചരി, ജാക്ലിൻ. മുത്തു പറയാണ്, റാണവ് എന്താണ് ആക്ച്വലി, റാണവ് ആരാ, റാണവിൻ്റെ ഒറിജിനൽ ക്യാരക്ടർ എന്താ, അത് ഇതുവരെ പുറത്ത് വന്നിട്ടില്ല. അത് അവന് ഭയങ്കരമായ നെഗറ്റീവാക്കും ഇന്നലെ പറഞ്ഞ സാധനം. അതിനുശേഷമാണ് നോമിനേഷൻ വരുന്നത്. ടോപ്പ് 10 കണ്ടസ്റ്റൻസ് ആണ്. 13ാമത്തെ ആഴ്ചയായി ഓപ്പൺ നോമിനേഷനാണ്. ദ ഗെയിം ഈസ് വൈഡ് ഓപ്പണിംഗ്. നിങ്ങൾക്ക് എന്ത് കാരണം വേണമെങ്കിലും പറയാം, ആരെ വേണമെങ്കിലും നോമിനേറ്റ് ചെയ്യാം. വ്യക്തമായിട്ട് പറയുക, സൂക്ഷിച്ച് പറയുക, സ്വന്തമായിട്ടൊന്ന് കളിക്ക്. ബിഗ് ബോസ് പറയുകയാണ്, നിങ്ങൾ ഇതുവരെ എത്തി എന്നൊക്കെ പറയുന്നു. അപ്പം മുത്തു ഫസ്റ്റ്, അപ്പം ആർക്ക് വേണമെങ്കിലും ആദ്യം ഒപ്പീനിയൻ പറയാമെന്ന് ബിഗ് ബോസ് പറയുന്നുണ്ട്. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ആരാണോ ഒപ്പീനിയൻ കയറി പറയുന്നത് ബാക്കിയുള്ളവർ അതിനെ തൊട്ട് പിടിച്ച് വരും. മുത്തു തന്ത്രപൂർവ്വമായിട്ട് എന്ത് ചെയ്യുന്നു, ആദ്യം കയറി പറയുന്നു. കാരണം മുത്തുവിനറിയാം, മുത്തുവിൻ്റെ പേച്ച് തനമ വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ 2-3 പേര് എന്ത് ചെയ്യും, അതേ ഒപ്പീനിയൻ പിടിക്കും. അതുകൊണ്ടാണ് മുത്തു ഫസ്റ്റ് കയറിയിട്ട് സൗന്ദര്യ ഇവിടെ കണ്ടന്റ് ഉണ്ടാക്കുന്നുണ്ട്, കാര്യങ്ങളൊക്കെ ഇടപെടുന്നുണ്ട്. ഓക്കെ, ശരി തന്നെ, ഇവിടെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ടെന്നൊക്കെ പറയുന്നു. പക്ഷേ ഇവിടുത്തെ പ്രധാന കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് സൗന്ദര്യം ഇല്ല. സൗന്ദര്യം ഇടുന്ന എഫോർട്ട് കുറവാണ്. മുത്ത് പറഞ്ഞു തുടങ്ങുന്ന അറിയാമല്ലോ, ഇങ്ങനെ ഒരിടത്തൊരു കഥയുണ്ടായിരുന്നു, ആ കഥയിൽ ആമയും മുയലുമായിരുന്നു. ഇങ്ങനെ പറഞ്ഞ് ഒരു 5 മിനിറ്റ് എടുത്ത് സൗന്ദര്യം നോമിനേറ്റ് ചെയ്യുന്നുണ്ട്. അടുത്ത് റാണവിൻ്റെ കേസും പറയുന്നുണ്ട്. താൻ ആരാണ് എന്ന കുഴപ്പം റാണവിനുണ്ട്. ആരാണെന്നുള്ളത് റാണവിന് അറിയാമോ, ബാക്കിയുള്ളവർക്ക് അറിയാമോ, എന്താണ് ഇവിടെ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്, റാണവ് എന്താണ് ഇന്നലെ പറഞ്ഞതും ഇതുമൊക്കെ വെച്ച് റാണവിൻ്റെ കേസിൽ അങ്ങനെയാണ് ഒരെണ്ണം ചാർജ് കൊടുക്കുന്നത്. അപ്പോൾ കൺഫ്യൂസ്ഡ് ആക്കുന്നു. അപ്പം നമ്മളിപ്പോൾ ഞാൻ വേറൊരാളെ നോമിനേറ്റ് ചെയ്യാൻ പോയി ഇരുന്ന് കഴിഞ്ഞാൽ മുത്തു ഈ പറയുന്നത് കേൾക്കുമ്പോൾ
ഇവനെ നോമിനേറ്റ് ചെയ്താലും ശരിയാണല്ലോ, നമുക്ക് ആ ഒരു തോട്ട് വരും. അതിനുവേണ്ടി മുത്തു ഫസ്റ്റ് പോയി തന്ത്രപൂർവ്വം നോമിനേറ്റ് ചെയ്യുന്നുണ്ട്. ജാക്ലിൻ പോകുന്നു, അറിയാമല്ലോ വിശാലിൻ്റെ പേരാണ്. വിശാലിനെതിരെ എന്തെങ്കിലും വിമർശനം പറഞ്ഞു കഴിഞ്ഞാൽ അവനെ കോമഡി ആക്കി ബാക്കിയുള്ളവരെ ഹേർട്ട് ചെയ്യുന്നതാണ് അവൻ്റെ സ്വഭാവം. പവിത്ര, സിറ്റുവേഷൻ നമുക്ക് ഓപ്പർച്യൂണിറ്റി തരില്ല പവിത്ര, നമ്മൾ അപ്പം റിയാക്ട് ചെയ്യാനെന്ന് പറഞ്ഞ് നോക്കിയിരിക്കരുത്, നമ്മൾ ആവശ്യമുള്ളടുത്ത് റിയാക്ട് ചെയ്തേ പറ്റുള്ളൂ. അപ്പം റയാൻ പോകുന്നു. റാണവിൻ്റെയും അരുണിൻ്റെയും പേരാണ്. റാണവ് ഇവിടെ എന്താണ് ഗെയിം കളിക്കുന്നത്? ഇവിടെ ഓരോരുത്തർ ഗെയിം കളിക്കുമ്പോൾ റാണവ് വേറെ മാതിരി ഗെയിമാണ്. എല്ലാവർക്കും അത് ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആവുന്നുണ്ട്. അരുണിൻ്റെ പേര് പറയുന്നു. ടാസ്ക് വന്നു കഴിഞ്ഞാൽ അരുൺ അതിനെ വേറെ ഏതോ ലെവലിലാണ് നിന്ന് കാണുന്നത്, ഏത് ലെവലാണെന്ന് അറിയില്ല. അപ്പം അരുണിൻ്റെ പെർസ്പെക്റ്റീവേ വേറെയാണ്. അരുണിൻ്റെ അലമുണ്ടാക്കുന്ന കേസാണ് ഈ പറയുന്ന റയാനെ അവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. പക്ഷേ റയാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നോമിനേറ്റ് ചെയ്യുന്ന റീസൺ റയാനെ അറിയില്ല എന്താണ്. ഇപ്പം റിവ്യൂ ചെയ്യുന്ന ഞാൻ ഇവിടെ ഇരുന്ന് പറഞ്ഞു തരണമല്ലോ, ഇതുപോലെ റയാൻ നോമിനേറ്റ് ചെയ്ത റീസൺ വേറെ ആരെങ്കിലും പറഞ്ഞു തരണം. റയാൻ ഒരാളെ നോമിനേറ്റ് ചെയ്തത് ഈ കാരണമാണ് റയാൻ ആക്ച്വലി ഉദ്ദേശിച്ചത്. റയാൻ പറയുന്ന സെൻറ്റൻസസ് കംപ്ലീറ്റ് ആവുന്നില്ല, മനസ്സിലായോ? കംപ്ലീറ്റ് ഒരു വേർഡ് പറയുന്നു. നമ്മുടെ ചില കവിതകൾ വായിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ആ കവിതകൾ നമുക്ക് ടീച്ചേഴ്സ് പറഞ്ഞു തരുമല്ലോ, ഇതിൻ്റെ അർത്ഥം ഇതാണ് എന്ന് പറഞ്ഞു തരുമ്പോഴല്ലേ നമുക്ക് മനസ്സിലാവുള്ളൂ. കവിതയുടെ വരി വായിച്ച് നമുക്ക് പിടികിട്ടത്തില്ല ചിലത്. അത് കണക്കാണ് റയാൻ പറയുന്നത്, നമുക്കൊന്നും പിടികിട്ടൂല. മഞ്ചരി, അരുണിൻ്റെയും വിശാലിൻ്റെയും പേരാണ്. അരുൺ ചിലയിടത്ത് നിന്ന് പോയി സ്റ്റക്കായി നിൽക്കുകയാണ്, ചിലയിടത്ത് ഗെയിം മറന്നു പോയി സ്വയം കളിച്ചുകൊണ്ടിരുന്ന ഗെയിം. അത് കറക്റ്റ്, മഞ്ചരി പറഞ്ഞ നോമിനേഷൻ കറക്റ്റാണ്. അരുൺ സ്റ്റക്കായി പോയിരിക്കുന്നു, പക്ഷെ കയറി വന്നു കഴിഞ്ഞാൽ ടോപ്പ് 5 വരെയൊക്കെ വരാൻ സാധ്യതയുള്ളൊരു കണ്ടസ്റ്റൻ്റ് ആണ്. പിന്നെ വിശാൽ ഒരു സോണിൽ ഇരിക്കുകയാണ്, അവിടെ നന്നായിട്ട് കളിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷെ നല്ലതല്ല. ഇവിടെ ഉള്ളത് കോമഡി മാത്രമാണ് വിശാൽ ചെയ്യുന്നതെന്ന് പറഞ്ഞ് വിശാലിനിട്ട് താങ്ങുന്നു. അടുത്ത് സൗന്ദര്യ വരുന്നു. സൗന്ദര്യയുടെ പേര് മുത്തു പറഞ്ഞല്ലോ, അപ്പൊ തിരിച്ചും പറയുമല്ലോ മുത്തു. ഇവന്റെ പക്ഷെ സൗന്ദര്യയുടെ നോമിനേഷൻ അടിപൊളി, റീസൺ കറക്റ്റ്. മുത്തുവിന്റെ ഗെയിം പിടിക്കുന്ന ഒരാൾ സൗന്ദര്യയാണ്, അതായത് മുത്തുവിന്റെ ഗെയിമിനെ പൊളിക്കുന്ന ആള് മുത്തു. ഇവന്റെ മൈൻഡിൽ ഓരോന്ന് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ആര് സ്ട്രോങ് ആണ്, ആര് വീക്കാണ് എന്നുള്ള കാര്യം. എന്നിട്ട് അവരുടെ കോൺഫിഡൻസ് നശിപ്പിക്കാൻ വേണ്ടി എന്ത് ചെയ്തു കഴിഞ്ഞാൽ അവരുടെ കോൺഫിഡൻസ് നഷ്ടപ്പെടും, അതാണ് ഇവൻ വന്ന് നോമിനേറ്റ് പോലും ചെയ്യുന്നത്. ഇവൻ ഓരോന്ന് കുത്തി പറയുമ്പോഴത്തേക്കും ബാക്കിയുള്ളവരത് കയറി ഏറ്റ് പിടിക്കുകയും ചെയ്യും. ഇവൻ അത് കറക്റ്റ് കുത്താനുള്ളടുത്ത് ഒരാൾ ഇങ്ങനെ ആ ഒരു ഉടയാറായ ഒരു അവസ്ഥയിലിരിക്കണമെങ്കിൽ ആ പോയിന്റിൽ തന്നെ നമുക്ക് കുത്തി വീഴ്ത്തും. ഇവന്റെ ഗെയിമാണത്, എനിക്കത് ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് ഞാൻ നോമിനേറ്റ് ചെയ്യുന്നു എന്ന് പറയുന്നത്. സൗന്ദര്യം പറഞ്ഞ റീസൺ കറക്റ്റ് സാധനമാണ്, മുത്തു കാണിക്കുന്ന കറക്റ്റ് സാധനമാണ് സൗന്ദര്യം പറഞ്ഞത്. പക്ഷെ മുത്തു കാണിക്കുന്ന കറക്റ്റ് സാധനമാണ് ഗെയിം, മനസ്സിലായോ? സൗന്ദര്യം പൊളിച്ചു, ആ ഗെയിം പൊളിച്ചു, പക്ഷെ മുത്തു വീണ്ടും ആ സാധനം തന്നെ ചെയ്തുകൊണ്ടിരിക്കുക. അതാണ് ഓഡിയൻസിൽ നിന്ന് ഇത്രയും സപ്പോർട്ട് വരുന്ന മുത്തുവിന്. അടുത്ത ജാക്ലിൻ്റെ പേരാണ് സൗന്ദര്യം പറയുന്നത്. ഇവിടെ ഫ്രണ്ട്സിൻ്റെ കാര്യങ്ങൾ തെറ്റാണോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പിന്നെ അതുകൊണ്ട് പറയാതെ ജാക്ലിൻ ഫ്രണ്ട്സിൻ്റെ കേസിൽ ഒരു തെറ്റും പറയാതില്ല, സേഫ് ഗെയിം ആയിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ട്. കാൽക്കുലേറ്റീവായിട്ട് ഇവിടെ നോമിനേഷനിൽ വരെ കുഴപ്പങ്ങൾ ഉണ്ടാക്കി, നോമിനേഷനിൽ ഓരോരുത്തർ വരുമ്പോഴത്തേക്കും അവർ ഇന്ന 2 വോട്ട് വീണ പെടും എന്നുള്ള ലെവലിൽ ഇവിടെ പല പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ജാക്ലിൻ എന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷെ എനിക്ക് ആ നോമിനേഷൻ അത്ര പക്കയാണെന്ന് തോന്നുന്നില്ല. പക്ഷെ മുത്തുവിൻ്റെ നോമിനേഷൻ അടിപൊളിയായിരുന്നു, സൗന്ദര്യം പറഞ്ഞ റീസൺ അത് കറക്റ്റ് മുത്തുവിൻ്റെ ഗെയിമായിരുന്നു. വിശാൽ വരുന്നു. ബീബക്കിൻ്റെയും ജാക്ലിൻ്റെയും പേരാണ്. ബീബക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇവിടെ ഓരോ കാര്യങ്ങൾ ഒരു മെച്യൂരിറ്റിയോടുകൂടി കളിക്കുന്നുണ്ട്. ചില സമയത്ത് അത് പൊട്ടാൻ സാധ്യത ഉള്ളപ്പം പെട്ടെന്നൊന്ന് പൊട്ടിത്തെറിച്ചിട്ട് ആ ശാന്തതയിലേക്ക് ഞാനൊരു മെച്യൂരിറ്റി ഉള്ള ആൾ, ഞാനൊരു സീനിയർ ആർട്ടിസ്റ്റ് എന്നുള്ള ലെവലിലേക്ക് വരുന്നുണ്ട്. ദേഷ്യപ്പെടാതെ ഇരിക്കാൻ ശ്രമിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് അത് ബ്രേക്ക് ചെയ്ത് പുറത്തു വരണം. എന്നിട്ട് വിശാൽ ജാക്ലിൻ്റെ അടുത്ത് പറയും, ജാക്ലിനാടുത്ത് നമ്പിക്ക ദ്രോഹം, ആ ക്യാപ്റ്റൻസി ടാസ്കിൽ മുത്തുവും ഞാനും നീയും ഉണ്ടായിരുന്നു. അതിനകത്ത് മുത്തുവും നീയും കൂടെ ഒരു ടൈപ്പ് വെച്ചിരുന്നു. മുത്തു പറഞ്ഞിരുന്നു ഞാൻ ആദ്യം കൊണ്ട് വെക്കുക, വിശാൽ ആദ്യം അവിടെ എത്തിക്കുകയാണെങ്കിൽ മറ്റേ ഉരുട്ടിക്കൊണ്ടുവന്നില്ലേ അവിടെ കൊണ്ട് എത്തിക്കുകയാണെങ്കിൽ ഞാൻ കൊണ്ടുപോകും എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഞാൻ അവിടെ എത്തിച്ചപ്പോൾ നീ നിന്റെ തനിക്കുണം പുറത്ത് കാണിച്ചു, നിങ്ങൾ തമ്മിലുള്ള ആ ഒരു എന്താ പറയുക ഒരു എഗ്രിമെൻ്റ് പൊട്ടി. അപ്പോൾ നീ അവിടെ തന്നെ നമ്പിക്ക ദ്രോഹം കാണിച്ചു, അതുകൊണ്ടാണ് ഞാൻ നിന്റെ പേര് പറയുന്നത്. നീ ആരെയും വെച്ച് കളിക്കാൻ മിടുക്കിയാണ്, ആരെയും വെച്ച് നീ നല്ലപോലെ ഗെയിം കളിക്കും. അടുത്ത അരുൺ പോകുന്നു. മഞ്ചരിയുടെയും ജാക്ലിൻ്റെയും പേര്. മഞ്ചരിയുടെ ശക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാക്കാണ്. മഞ്ചരി ആ നാക്ക് വെച്ചുകൊണ്ട് എല്ലാം എന്ത് ചെയ്യും, സംസാരത്തിലൂടെ തിരിച്ച് വളച്ച് ഓടിച്ച് ചായം പൂശി വെള്ള തേച്ച് വിടും, വെള്ള പൂശി വിടും. അരുൺ പറഞ്ഞതിനകത്ത് പകുതി ശരിയാണ്. കാരണം മഞ്ചരി മുത്തു രണ്ടുപേരും സംസാരിക്കാൻ കഴിവുള്ള ആൾക്കാരാണ്. അവർ എന്ത് ചെയ്യും, പിടിച്ച് നിൽക്കും. എന്തെങ്കിലും ഒരു കേസ് വന്നു കഴിഞ്ഞാൽ അതിനെ അടിച്ചടിച്ച് നിൽക്കും. ശരിയായാലും തെറ്റായാലും അതിനെ മാനിപ്പുലേറ്റ് ചെയ്ത് അത് ശരിയാണ് എന്നുള്ള രീതിക്ക് ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ അങ്ങനെ അത് ചിന്തിക്കുമ്പോഴത്തേക്കും അവിടെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നതായിട്ട് നമ്മൾ സെന്റൻസ് നിർത്തില്ല. മുത്തുവിൻ്റെയും മഞ്ചരിയുടെയും ശ്രദ്ധിച്ച് നിങ്ങൾ നോക്കിക്കോ, ഇവിടെ നിന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ അത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പം നമ്മൾ തന്നെ
ഈ തല അപ്പം അത് ആ ഒരു കാര്യം കറക്റ്റായിട്ട് അരുൺ പറയുന്നുണ്ട്. പക്ഷേ മഞ്ചേരി ചായം പൂശുന്നു എന്ന് പറയുന്നുണ്ട്. മഞ്ചേരി സ്വന്തം കാര്യത്തിൽ പറയുമായിരിക്കും, ബാക്കിയുള്ളവർ ചായം പൂശില്ല, മുത്തുവിനെ മാത്രമേ ചെയ്യത്തുള്ളൂ മഞ്ചേരി. അടുത്ത അരുൺ ജാക്കിലിൻ്റെ പേരാണ് പറയുന്നത്. ഒരു ഇമോഷണൽ ഫ്രജൈലാണ്. നോർമൽ ആയിട്ടുള്ള ജാക്കിലിനടുത്ത് എന്തെങ്കിലും പറയാനേ പേടിയാണ്. കാരണം കരയുമോ, ഇമോഷണൽ ആവുമോ, ഹേർട്ടായി കാണുമോ എന്നുള്ള ഒരു ഇതുണ്ട് എന്ന് പറയുന്നത്. അത് പറഞ്ഞ് കറക്റ്റാണ്. അത് അരുൺ പറഞ്ഞ കറക്റ്റ് സാധനമാണ് ജാക്കിലിൻ്റെ കേസിൽ പറഞ്ഞത്. അടുത്ത റാണവ് മഞ്ചേരിയുടെയും റയാൻ്റെയും പേരാണ് പറയുന്നത്. മഞ്ചേരി ചില കാര്യങ്ങൾ വരുമ്പോഴത്തേക്കും മഞ്ചേരി എന്ത് ചെയ്യുന്നു, രണ്ട് വശവും നിൽക്കുന്നു. ഇവിടെ നിന്നിട്ട് ഇങ്ങനെ ന്യായം പറയുന്നു, അപ്പുറത്ത് നിന്നിട്ട് അവിടുത്തെ ന്യായവും പറയുന്നു. അപ്പോൾ അത് മാത്രമല്ല, എന്നിട്ട് അതിനെ മഞ്ചേരിയുടെ എന്ത് ചെയ്യുന്നു, നല്ലതിന് വേണ്ടി മഞ്ചേരി അതിന് രണ്ടിനെ വളച്ചൊടിച്ച് ഉപയോഗിക്കുന്നുണ്ട് എന്ന് പറയുകയാണ്. പിന്നെ റയാൻ്റെ പേരാണ് പറയുന്നത് റാണവ്. റയാൻ ഗെയിം കളിക്കുന്നില്ല, അവിടെ എല്ലാവരുടെയും കൂടെ ഒന്ന് ഗെയിം കളിക്കുക, അതൊക്കെ കറക്റ്റ് കാര്യങ്ങളാണ്. അപ്പോൾ ദീപക് റാണവ് ഗെയിം ശരിയാവൂല, ഇവിടെ റാണവിൻ്റെ ഗെയിം ശരിയാവൂല, അതാണ്. പവിത്ര ഇവിടെ ഒരു പവർ മോഡ് ഫയർ മോഡ് എന്നൊക്കെ പറഞ്ഞെങ്കിലും അതൊന്നും കാണുന്നില്ല, കാണട്ടെ. അടുത്ത് പവിത്ര പോകുന്നു. ദീപക്കിൻ്റെയും റയാൻ്റെയും പേര്. ദീപക് ഗ്രൂപ്പിലിരുന്നു കൊണ്ട് ബാക്കിയുള്ളവർ പറയുന്നതിന് ഇൻഫ്ലുവൻസ് ആവുന്നുണ്ട്. പിന്നെ റയാൻ്റെ പോയിന്റ്സുകൾ പുറത്ത് വരുന്നില്ല എന്നുള്ള കാര്യമാണ് പറയുന്നത്. അത് റയാനോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന സാധനം അത് പുറത്തേക്ക് വരുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞു ആ സെയിം സാധനം പവിത്ര പറഞ്ഞു, അത് പവിത്രയുടെ കറക്റ്റ് ഒബ്സർവേഷനാണ്. അപ്പോൾ ടോട്ടൽ വോട്ട്സ് ഡിസ്ട്രിബ്യൂഷൻ സൗന്ദര്യക്ക് 1 വോട്ടേ കിട്ടുന്നുള്ളൂ, മുത്തുവിനും 1 വോട്ടേ കിട്ടുന്നുള്ളൂ. സൗന്ദര്യ മുത്തുവിൻ്റെ പേരും മുത്തു സൗന്ദര്യയുടെ പേരും പറഞ്ഞു. ബാക്കി റാണവിന് 3 വോട്ട്, വിശാലിന് 2, പവിത്രയ്ക്ക് 2, അരുണിന് 2, ജാക്കിലിന് 3, ദീപക്കിന് 2, മഞ്ചേരിക്ക് 2, റയാന് 2. ഇതാണ് ടോട്ടൽ വോട്ട്സ് ഡിസ്ട്രിബ്യൂഷൻ. ഇനി 13ാം ആഴ്ചയിലെ നോമിനേഷൻ ലിസ്റ്റാണ് എവിക്ഷനിലേക്കുള്ള. റാണവ്, വിശാല്, പവിത്ര, അരുൺ, ദീപക്, മഞ്ചേരി, റയാൻ, ജാക്ലിൻ, അങ്ങനെ ടോട്ടൽ 8 പേരാണ് ഈ ആഴ്ച നോമിനേറ്റഡ് ആയിരിക്കുന്നത്. സൗന്ദര്യം മുത്തു ഒഴിച്ച് എല്ലാവരും. നടക്കാൻ പോകുന്ന സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് തോന്നുന്ന ഒരു കാര്യം ഞാൻ പറയാം. ഇനി എത്രയൊക്കെ സൗന്ദര്യ ഫ്രണ്ട്ഷിപ്പിനെ വാല്യൂ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാലും സൗന്ദര്യ നോമിനേഷൻ ഇല്ലാത്തതുകൊണ്ട് ഇത് അത്ര വോട്ടും റാണവനല്ലാതെ ഒരു ഒറ്റ റയാനല്ലാതെ ഒരു ഒറ്റ മനുഷ്യർക്കും സൗന്ദര്യയുടെ വോട്ട് മറിയൂല. കാരണം സൗന്ദര്യം അറിയാമല്ലോ, ജെഫ്രി ഉണ്ടായിരുന്നെങ്കിൽ കുറച്ച് അങ്ങോട്ടും പോയേനെ. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം സൗന്ദര്യ ജെഫ്രിയെ നോമിനേറ്റ് ചെയ്തിരുന്നു, അതുകൊണ്ടാണ് പോവാത്തത്. പക്ഷേ ഇത്തവണ റയാനെ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ റയാൻ ഓട്ടോമാറ്റിക്കലി അവർ വോട്ട് കിട്ടും. കാരണം ഇവർ തമ്മിലൊരു ഭയങ്കര ഫ്രണ്ട്ഷിപ്പ് വെച്ചിട്ടുണ്ട്. ഫ്രണ്ട്ഷിപ്പിന് വെച്ച് കളിക്കൂല എന്ന് സൗന്ദര്യം 100 വട്ടം പറയുമെങ്കിലും ഇവൻ്റെ കേസ് വരുമ്പോൾ, ആരുടെ, നമ്മുടെ റയാൻ്റെ കേസ് വരുമ്പോൾ ഭയങ്കരമായിട്ട് സൗന്ദര്യം വാരി ചെയ്യുന്നുണ്ട് ഫ്രണ്ട്ഷിപ്പ്. അതുകൊണ്ട് തന്നെ സൗന്ദര്യയുടെ വോട്ട്സ് ആർക്ക് പോകാൻ ചാൻസ് ഉണ്ട്, റയാന് പോകാൻ ചാൻസ് ഉണ്ട്. റയാൻ ഈ ആഴ്ചയിൽ സേവ് ആവാനുള്ള ചാൻസാണ് ഞാൻ കാണുന്നത്. പിന്നെ മുത്തു നോമിനേഷനിലില്ല. മുത്തുവിൻ്റെ വോട്ട് 2 ലെവലിൽ പോവാം. ചിലപ്പോൾ മഞ്ചേരിക്ക് പോവാം, ചിലപ്പോൾ അത് ദീപക്കിന് പോവാം, ചിലപ്പോൾ ജാക്കിലിന് പോവാം. ഈ 3 ലെവലിലേ പോകുള്ളൂ, വേറെ ആർക്കും ഈ വോട്ട് പോകൂല. ഇവർക്ക് 3 പേർക്കും കട്ടാണ്. പക്ഷെ അത് എത്രത്തോളം വോട്ടുകൾ പിടിക്കുന്നു എന്നുള്ളത് അനുസരിച്ചിരിക്കും ആ ഒരു ഇത്. അപ്പം അത് നമുക്കൊന്നും പറയാൻ പറ്റില്ല. എന്തായാലും റയാൻ പോകൂല എന്നുള്ളതാണ് ഏതാണ്ട് ഉറപ്പായ കാര്യം. പിന്നെ എന്താ പറയുക, നമ്മുടെ വിശാലും അരുണും കൂടി ഒരുമിച്ചുണ്ട് നോമിനേഷനിൽ. അപ്പോൾ വിശാലിന് കഴിഞ്ഞ തവണ വിശാൽ ഇല്ലായിരുന്നു. അപ്പോൾ അരുണിൻ്റെ ചങ്കായതുകൊണ്ട് അരുണിൻ്റെ കുറേ വോട്ടെങ്കിൽ വിശാലിന്, അരുണിൻ്റെ മൊത്തം വോട്ടും അരുൺ നോമിനേഷൻ ഇല്ലാത്തതുകൊണ്ട് വിശാലിന് കിട്ടും. പക്ഷെ ഇത്തവണ അങ്ങനെ കിട്ടണമെന്നില്ല. അതുകൊണ്ട് വിശാൽ പുറത്തു പോകാനുള്ള ചാൻസ് കൂടുതലാണ് ഈ ആഴ്ച. പിന്നെ ചിലപ്പോൾ ദീപക് പുറത്തു പോവാം, അല്ലെങ്കിൽ മഞ്ചേരി പോവാം. റാണവിൻ്റെ വോട്ടുകൾ അറിയാമല്ലോ, സ്വയം വരുന്ന വോട്ടുകളാണ്. റാണവിന് വേറെ ഒരു മനുഷ്യരുടെ വോട്ട് കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് അത് നമുക്ക് പറയാൻ പറ്റത്തില്ല. റാണവിൻ്റെ ഗെയിം ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച ഫേക്ക് ആണെന്നൊക്കെ തുറന്നു പറഞ്ഞുകൊണ്ട് എനിക്ക് അറിയത്തില്ല അതെങ്ങനെ പോകുന്നു. ബിഗ് ബോസ് എന്നെ നോമിനേഷൻ കഴിഞ്ഞിട്ട് പറയാൻ ഇഷ്ടപ്പെട്ടു, നിങ്ങൾ പറഞ്ഞ റീസൺസ് ഒക്കെ കൊള്ളാം. കുറച്ച് കഴിയുന്നു മുത്തു മഞ്ചേരിയോട് സംസാരിക്കുന്നു. ഓപ്പൺ നോമിനേഷൻ എന്തിനാണ് വെക്കുന്നത്? പ്രേക്ഷകർക്ക് മുന്നിൽ നിങ്ങൾ എടുത്തിട്ട് കൊടുക്കുക, എല്ലാവരെയും എടുത്തിട്ട് അതിന് വേണ്ടിയിട്ടാണ് ഓപ്പൺ നോമിനേഷൻ വെക്കുന്നത്. 2 വോട്ട് ഒരാൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ മൂന്നാമത് എന്തിനാണ് വെറുതെ ഒരു ചേരാത്ത വോട്ട്, ഒരു ആവശ്യമില്ലാത്ത ഒരു വേസ്റ്റായി പോകുന്ന വോട്ട് എന്തിനാണ് ചെയ്യുന്നത്? അപ്പോൾ അറിയാൻ പറയാം. പക്ഷേ അങ്ങനെ പറയരുത്. വേസ്റ്റായി പോയി എന്ന് പറയുന്ന ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ഓരോരുത്തർക്ക് ചിലരുടെ പേര് പറഞ്ഞേ പറ്റുള്ളൂ എന്ന് കാണാം. അവരെ പുറത്ത് പോകണമെന്ന്. ഇപ്പം 2 വോട്ട് കിട്ടി, ഓക്കെ, പിന്നെ അയാൾക്ക് എന്തിന് വോട്ട് ചെയ്യുന്നു എന്നപ്പോൾ നീ ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം എനിക്കിപ്പം ഇന്ന ആൾ പോയേ പറ്റുള്ളൂ, എനിക്ക് അയാൾ പോകണം, ഗെയിമും അല്ല ഒന്നുമില്ല, അയാൾ പോകണം, അപ്പം ഞാൻ അയാളെ തന്നെ വോട്ട് ചെയ്യുള്ളൂ. അപ്പോൾ അവിടെ ഈ പറഞ്ഞ പോലെ 2 വോട്ട് 3 വോട്ട്. അപ്പം ഇവിടെ മുത്തു പറഞ്ഞതും കേസാണ്, റയാൻ പറഞ്ഞതും കേസാണ്. പക്ഷെ റയാൻ പറഞ്ഞതിൽ ഗ്രഡ്ജുണ്ട്. റയാൻ പറഞ്ഞ സാധനത്തിൽ ഒരു ഗ്രഡ്ജ് വരുന്നുണ്ട്. മീൻസ് എനിക്ക് അയാൾ പോയേ പറ്റുള്ളൂ, അയാൾ ഇവിടെ നിന്ന് വെളിയിലായേ പറ്റുള്ളൂ. അയാൾക്ക് 1 വോട്ടോ 2 വോട്ടോ 3 വോട്ടോ എൻ്റെ ഒരു വോട്ടോ കൂടെ ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്, അയാൾ പോയേ പറ്റുള്ളൂ, അത്രയ്ക്ക് എനിക്ക് കല്യാണ് എന്നുള്ള അത് ഗ്രഡ്ജുണ്ട്. ആ സാധനത്തിനകത്ത് ഗ്രഡ്ജുണ്ട്. പക്ഷേ ഗെയിമിൽ ഗ്രഡ്ജ് കാണിച്ചു കഴിഞ്ഞാൽ 2-3 പേര് സേഫ് ആവും നോമിനേഷനിൽ. എപ്പോഴും അത് നമുക്ക് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അടുത്ത റയാൻ, അരുൺ സൗന്ദര്യ അടുത്ത് പറയാണ്,
എനിക്ക് എല്ലാവരെയും നോമിനേഷനിൽ കൊണ്ടുവരണമെന്ന് ആഗ്രഹമൊന്നുമില്ലായിരുന്നു. എനിക്ക് തോന്നിയ റീസൺസ് ഞാൻ പറഞ്ഞു. അതാണ് ഞാൻ അവരുടെ രണ്ടുപേരുടെയും പേര് പറഞ്ഞു. അപ്പോൾ ദീപക് ഞാൻ ആദ്യമേ വിചാരിച്ചതാ പവിത്രയുടെ പേരും റയാൻ്റെ പേരും, അല്ലാതെ അവസാനം അവർക്കൊരു വോട്ട് കിട്ടിയതുകൊണ്ട് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് കൊടുത്തത്. പവിത്രയുടെ പേരും പിന്നെ റാണവിൻ്റെ പേര്, അല്ലാതെ അവസാനം അവർക്കൊരു വോട്ട് കിട്ടിയതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പറഞ്ഞതൊന്നും അല്ല എന്ന് പറയുന്നു. കുറച്ച് കഴിയുന്നു സൗന്ദര്യം ലിവിംഗ് റൂമിൽ വന്നിട്ട് എനിക്ക് ഈ ആഴ്ച കിച്ചൺ ഇൻചാർജ് ആവണം, എന്നാലേ എനിക്ക് കിച്ചൻ്റെ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും, എത്രത്തോളം എങ്ങനെയൊക്കെ എവിടെയൊക്കെയാണെന്ന് അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ മുത്തു ഇന്നലെ പഞ്ചസാര തിന്നത് മുതൽ ഇവിടെ അവസാനം നോമിനേഷനിൽ വരെ പ്രശ്നങ്ങൾ എത്തി ആ കേസുകൾ. അപ്പം ഞാൻ നിൻ്റെ അസിസ്റ്റൻ്റ് ആവാം, ദീപകണ്ണൻ്റെ ഗൈഡൻസ്. അപ്പോൾ സൗന്ദര്യ ഇതെന്തര് ഇത്രയും പേരാ? അപ്പോൾ വിശാൽ സൗന്ദര്യം ചെയ്യട്ടെ, അവൾ എക്സ്പ്ലോർ ആവട്ടെ, കുറച്ചുകൂടി കാര്യങ്ങൾ അവൾ ചെയ്ത് പഠിക്കട്ടെ, അപ്പോൾ നിങ്ങൾ സമ്മതിക്കും സൗന്ദര്യം തന്നെ ആവട്ടെ. സൗന്ദര്യം അതെ എൻ്റെ മേലെ നിങ്ങൾക്ക് ആർക്കും കോൺഫിഡൻസ് ഇല്ല എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ അവസാനം സൗന്ദര്യം തന്നെ എന്താവുന്നു, നമ്മുടെ കിച്ചൺ ഇൻചാർജ് ആവുകയാണ്. പിന്നീട് മുത്തു, അരുൺ, മഞ്ജരി, ദീപക്, വിശാൽ ഇവർ ഇത്രയും പേരുമാണ് ക്യാപ്റ്റൻ. ഇപ്പം നിലവിൽ ബിഗ് ബോസ് വീട്ടിലെ ക്യാപ്റ്റൻസ് ഒരു തവണയെങ്കിലും ആയിട്ടുള്ള ആൾക്കാർ. നമ്മുടെ ഈ സാധനം ഉണ്ടല്ലോ, ഈ സീസണിൻ്റെ അവസാനം ഏറ്റവും കൂടുതൽ തവണ ക്യാപ്റ്റൻ ആയിട്ടുള്ളത് ആരാണോ അവർക്ക് ബുള്ളറ്റ് കിട്ടും. ബുള്ളറ്റ്. അപ്പം അത് ഈ വീട്ടിൽ ഉള്ളവർ അവസാനം വരെ നിൽക്കുന്നവരെ അവർക്കേ ബുള്ളറ്റ് കിട്ടത്തുള്ളൂ. മുത്തു, അരുൺ, മഞ്ജരി, ദീപക്, വിശാൽ ഇവർ ഇത്രയാണ് ഇപ്പം നിലവിലെ ക്യാപ്റ്റൻസ് ആയിട്ട് ഈ വീട്ടിൽ ബാക്കി ഉള്ളത്. 10 പേരിൽ 5 പേര് ക്യാപ്റ്റൻസ് ആയിട്ടുണ്ട്. ഈ 5 പേര് മുത്തു ഒരു തവണ, അരുൺ ഒരു തവണ, മഞ്ജരി ഒരു തവണ, ദീപക് ഒരു തവണ, വിശാൽ ഒരു തവണ. ഇനി ക്യാപ്റ്റൻസി ഇല്ല, ക്യാപ്റ്റൻസി തീർന്നു. അപ്പോൾ എനിക്ക് മുത്തു അതിനകത്ത് പറയുന്നത്, അപ്പോൾ ക്യാപ്റ്റൻസി തീർന്നത് കൊണ്ട് തന്നെ ഇനി ഫിനാലെ സ്റ്റേജ് വരെ എത്തുന്നത് ആർക്കാണോ അതിനകത്ത് ഏറ്റവും ഹയസ്റ്റ് പൊസിഷൻ കിട്ടുന്ന ആർക്കാണോ അവർക്കായിരിക്കും ഇത് കിട്ടാൻ പോകുന്നത്. ഇത് മിക്കവാറും മുത്തുവിനായിരിക്കും കിട്ടാൻ ചാൻസ് ഉള്ളത്. കാരണം ഇപ്പം വിശാൽ ടോപ്പ് 5 എന്ന് വിചാരിക്കും. ഇപ്പം ഈ മുത്തു, അരുൺ, മഞ്ജരി, ദീപക്, വിശാൽ ഇവർ 5 പേര് ഫൈനൽ 5 വരെയാണെന്ന് ഇരിക്കട്ടെ. ഈ 5 പേര് ഫൈനൽ 5 വന്നു കഴിഞ്ഞാൽ ഇനി ക്യാപ്റ്റൻസി ഇല്ല. ഏറ്റവും കൂടുതൽ ആദ്യം മനസ്സിലാക്കുക, ഈ ഏറ്റവും കൂടുതൽ തവണ ക്യാപ്റ്റൻ ആകുന്ന ആൾക്കായിരിക്കും എന്ത് കിട്ടുന്നത്, ഈ പറയുന്ന ബുള്ളറ്റ് കിട്ടുന്നത്. ഇനി ക്യാപ്റ്റൻഷിപ്പ് ഇല്ല, അതൊന്ന് തീർന്നു, ആ സാധനം തീർന്നു. അപ്പോൾ പക്ഷേ ഇവർ ഈ വീട്ടിലുള്ള 5 പേര് ഓരോ 2 തവണയൊക്കെ വെച്ച് ആയിട്ടുള്ളവരൊക്കെ ഉണ്ട്. തർഷികയായിട്ടുണ്ട്, സത്യ ആയിട്ടുണ്ട്, ജെഫ്രി ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ അവരൊക്കെ ഔട്ടായിപ്പോയി, എല്ലാവരും ഔട്ടായിപ്പോയി. അപ്പോൾ ഇനി ഈ വീട്ടിൽ നിൽക്കുന്നവർ ഇത്രയും പേര്, ഈ 5 പേരും ഓരോ തവണ വെച്ച് മാത്രമേ ആയിട്ടുള്ളൂ. അപ്പോൾ ഫിനാലെ സ്റ്റേജിൽ എത്തി, എനിക്ക് തോന്നുന്നു ഫിനാലെ സ്റ്റേജിൽ എത്തിയിട്ട് ഏറ്റവും ടോപ്പ് പൊസിഷനിൽ നിൽക്കുന്ന ആൾക്ക് ഈ സാധനം കിട്ടും. ഈ 5 പേരിൽ ഒരാളാണ് ടോപ്പിൽ നിൽക്കുന്നതെങ്കിൽ അവർക്കിത് കിട്ടും. അപ്പോൾ ഈ 5 പേരിൽ ഒരാൾ ടോപ്പിൽ വരും എന്നുള്ളത് നമുക്ക് കറക്റ്റ് ഉറപ്പാണ്. അത് മുത്തുവാണ്. മുത്തുവിനായിരിക്കും ഒരു 98% മുത്തുവിനായിരിക്കും ഈ ബുള്ളറ്റ് കിട്ടാൻ ചാൻസ് ഉള്ളത്. കാരണം മുത്തു തന്നെയായിരിക്കും മിക്കവാറും ഈ സീസൺ വിന്നർ. ഒന്നുകിൽ മുത്തു വിന്നർ, അല്ലെങ്കിൽ ജാക്ലിൻ വിന്നർ. വേറെ ഒരു പരിപാടി ഇതിനകത്ത് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോൾ തിരിയും. മുത്തു 1 or 2, ജാക്ലിൻ 1 or 2. മുത്തുവിന് തന്നെയാണ് 98% ചാൻസ് മുത്തുവിന് തന്നെയാണ്. ഇനി വേറെ എന്തെങ്കിലും ഇതിനിടയ്ക്ക് സംഭവിക്കുമോ നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പം മുത്തുവിന് തന്നെയായിരിക്കും ആ ഒരു ബുള്ളറ്റ് കിട്ടാൻ ചാൻസ് ഉള്ളത്. പിന്നെ അതിനുശേഷം ഷോപ്പിങ്ങിന് ആര് പോകണം, ആരൊക്കെ പോയി എന്തൊക്കെ സാധനങ്ങൾ എടുക്കുക, സൗന്ദര്യം പോകണ്ടേ. അപ്പോൾ സൗന്ദര്യം ഞാൻ ഉണ്ടാക്കിയ ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു, അപ്പോൾ മുത്തും സത്യം പറയാൻ കൊള്ളില്ലായിരുന്നു. ആ കേസൊക്കെ സംസാരിച്ചു, ഓക്കെ അപ്പോൾ അതുകൊണ്ട് ഞാൻ പോകണോ, ആ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവിടെ കുറേ നേരം ഇരുന്ന് പരദൂഷണ ഏഷ്യനിങ് കമ്മിറ്റിയാണ്. പിന്നീട് ഷോപ്പിംഗ് ടാസ്ക് വരുന്നു. ഗാർഡൻ ഏരിയയിൽ 5 വലിയ ബോളുണ്ട്. 5 വലിയ ബോളുണ്ട്. അപ്പോൾ വീട്ടിൽ മൊത്തം 10 ആൾക്കാരുണ്ട്. അപ്പോൾ 2 പേരുള്ള 5 ടീമായിട്ട് തിരിയണം. എന്നിട്ട് ബസ്സിൽ അടിക്കുമ്പോഴത്തേക്ക് ഈ ബോളിൻ്റെ കാറ്റ് തുറന്നു വിടണം. കാറ്റ് തുറന്ന് വലിയ ബോളാണ്, കാറ്റ് തുറന്നുവിടാൻ ഭയങ്കര പാടാണ്. കാറ്റ് പിതുക്കി ഇതിൻ്റെ കാറ്റ് മൊത്തം കളഞ്ഞിട്ട് ഒരു ഡപ്പ ഉണ്ട്, ഒരു ടിന്നുണ്ട്. ഈ ടിന്നിനകത്ത് ഇതിനെ എന്ത് ചെയ്യണം, ഈ വലിയ ബോൾ ഇങ്ങനെ അവസാനം ചുരുണ്ട് വരുമല്ലോ, ഇതിനെ പേപ്പറാക്കിയാൽ ഇതിൻ്റെ അവസാനം എന്ത് ചെയ്യണം, ഇതിനെ കാറ്റ് മൊത്തം കളഞ്ഞിട്ട് അതിനകത്തെടുത്ത് അടച്ച് വെക്കണം. ഓരോന്നിനും 2000 പോയിന്റ്സ് ആണ്. സൂപ്പർ ടാസ്ക് എന്നേ പറയാൻ പറ്റത്തുള്ളൂ. അതിനകത്ത് മഞ്ജരിയും പവിത്രയാണ് ഒരു ടീം, അവരാദ്യം കംപ്ലീറ്റ് ചെയ്യുന്നു. ദീപക്കും റയാനുമാണ് മറ്റൊരു ടീം, അവർ കംപ്ലീറ്റ് ചെയ്യുന്നു. അരുണും റാണവും അടുത്തൊരു ടീം, അവർ കംപ്ലീറ്റ് ചെയ്യുന്നു. മുത്തുവും സൗന്ദര്യം അടുത്തൊരു ടീം, അവരും കംപ്ലീറ്റ് ചെയ്യുന്നു. എല്ലാവരും കഷ്ടപ്പെട്ട് തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ ജാക്ലിൻ്റെ വിശാലിൻ്റെ ടീമിന് മാത്രം ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം 4 പേര് കംപ്ലീറ്റ് ചെയ്യുന്നതുകൊണ്ട് 8000 പോയിന്റ്സ് കിട്ടുന്നു. പക്ഷേ 8000 പോയിന്റ്സിൻ്റെ ആവശ്യം എനിക്ക് തോന്നുന്നില്ല ഈ ലാസ്റ്റ് വീക്കിലൊക്കെ. ഇപ്പം തീരാറായില്ലേ, ഇനി നമ്മുടെ എക്സ് കണ്ടസ്റ്റൻസിൻ്റെ റീ എൻട്രി ഒക്കെ അടുത്ത ആഴ്ചയാണ് ഉള്ളത്. അപ്പോൾ ആ സമയത്തൊക്കെ മതി ഇനിയിപ്പോൾ ഇത്രയും പോയിന്റ്സ് ഒക്കെ അല്ലേ. അപ്പോൾ ഇത്രയും പോയിന്റുകൾ എനിക്ക് തോന്നുന്നില്ല, വെറുതെ കൊടുത്തതാണെന്ന് തോന്നുന്നു ഇത്രയും പോയിന്റുകൾ. എന്തെങ്കിലും ഇനിയിപ്പോൾ കാര്യങ്ങളുണ്ടോ, ഗസ്റ്റുകൾ ആരെങ്കിലും ഒക്കെ വരുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. കാരണം 8000 പോയിന്റ്സ്, 10 പേർക്കും കൂടെ 8000 പോയിന്റ്സിൻ്റെ ഒരാവശ്യമില്ല. കാരണം 16-18 പേര് നിന്നപ്പോഴും 8000 പോയിന്റ്സ് കൊടുത്തിട്ടുള്ള സമയമുണ്ട്, 5000 കൊടുത്തിട്ടുള്ള സമയമുണ്ട്. അതുകൊണ്ട് അതിനുശേഷമാണ് വീട്ടിലെ പാട്ടൊക്കെ ഇട്ട് വെളിയിൽ ടിക്കറ്റ് ടു ഫിനാലെ എന്ന് പറഞ്ഞൊരു വലിയ ബോർഡിൽ ടിക്കറ്റ് ഫിനാലെ സാധനം വരുന്നു. ബിഗ് ബോസ് പറയുന്നത് ലാസ്റ്റ് വീക്കിൽ കയറാനുള്ള അവസരമാണ് ടിക്കറ്റ് ഫിനാലെ. ഫൈനലിസ്റ്റ് ആവാൻ പറ്റും, ദാറ്റ് മീൻസ് ഫൈനൽ വീക്കിലേക്ക് കയറാൻ പറ്റും. ഓക്കെ, അപ്പം റാണവ്
ടിക്കറ്റ് ഫിനാലേക്ക് നോക്കി നിൽക്കുന്നു. പ്രണവ് എന്നൊക്കെ പറഞ്ഞാൽ സ്വന്തമായിട്ട് കോൺഫിഡൻസ് ഒക്കെ കൂട്ടാണ്. ടിക്കറ്റ് ഫിനാലെ ടാസ്ക് 1 ബ്ലൈൻഡ് ഫോൾഡ് ടാസ്ക്. വേറെ ഒന്നുമല്ല, നമ്മൾ 5 പേരായിട്ടാണ് ഈ ടാസ്ക് കളിക്കുന്നത്. ഈ ടാസ്കിന് 2 ഘട്ടങ്ങളുണ്ട്. നമ്മളിവിടെ നിൽക്കുന്നു, കണ്ണ് കെട്ടുന്നു, ബ്ലൈൻഡ്സ് ഇടുന്നു, കണ്ണിന് ബ്ലൈൻഡ്സ് ഇടുന്നു, എന്നിട്ട് നമ്മുടെ കയ്യിൽ പെയിൻറ് തേക്കുന്നു. ഓപ്പോസിറ്റ് നമ്മുടെ ഫോട്ടോ ഉണ്ട്, അത് ആദ്യം നമ്മളെ കാണിച്ചു തരും. ഓപ്പോസിറ്റ് നമ്മുടെ ഫോട്ടോ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പം 5 പേര്, ആദ്യം 5 പേരാണ് കളിക്കാനുള്ളത്. അപ്പം 5 പേര് ഇങ്ങനെ നിരനിരാൻ നിൽക്കും. 5 പേരുടെ ഫോട്ടോസ് ഒട്ടിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് കാണാം. നമ്മുടെ കണ്ണ് കെട്ടിയിട്ട് നമ്മുടെ കയ്യിൽ പെയിൻറ് അടിച്ചു തരും. ഈ പെയിൻറ് കൊണ്ടുപോയി നമ്മൾ കണ്ണടച്ചുകൊണ്ട് നേരെ പോയി നമ്മുടെ ഫോട്ടോയിൽ വെക്കണം. നമ്മുടെ ഫോട്ടോയിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 2 പോയിന്റ് കിട്ടും. നമ്മൾ കൊണ്ടുപോയി വേറെ ആരെങ്കിലും ഫോട്ടോയിലാണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ അവർക്കും കിട്ടും 2 പോയിന്റ്. ഇത് ആദ്യം കൊണ്ടുവയ്ക്കുന്ന ആൾക്കേ കിട്ടുള്ളൂ 2 പോയിന്റ്. മനസ്സിലായോ? ആദ്യം കൊണ്ട് സ്വന്തം ഫോട്ടോയിലോ മറ്റുള്ളവരുടെ ഫോട്ടോയിലോ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് 2 പോയിന്റ് കിട്ടും. ആദ്യം വെക്കുന്ന ആരാണോ അവർക്ക് 2 പോയിന്റ് കിട്ടും. അത് വേറൊരു കാര്യമാണ്. ഓക്കെ, ഇതാണ് ഈ ടാസ്ക്. അപ്പം ആദ്യം 5 പേര് വെക്കണം. ഇതെന്തിനാണ് 2 റൗണ്ട് ആക്കിയെന്ന് വെച്ചാൽ ഇത് കണ്ണ് കെട്ടി പോകുന്നതല്ലേ. അപ്പോൾ ഇവരെ ഗൈഡ് ചെയ്യാൻ ആൾ വേണം. അപ്പോൾ ആദ്യം 5 പേര് പോകുമ്പോഴത്തേക്കും രണ്ടാമത്തേക്ക് 5 പേര് ഇവരുടെ കാര്യങ്ങളൊക്കെ നോക്കും. ആരാ ആദ്യം തൊട്ടത്, ആദ്യം കൊണ്ടുപോയത് ആരാ എന്നൊക്കെ നോക്കും. മനസ്സിലായില്ല? അതുകൊണ്ടാണ് 2 റൗണ്ട് വെച്ചത്. അതുകൊണ്ട് തന്നെ ഈ ടാസ്കിന് 2 വിന്നേഴ്സാണ്. ഈ ടാസ്ക് ജയിക്കുന്ന ആൾക്ക് 2 പോയിന്റാണ് കിട്ടുന്നത്. അപ്പം ആദ്യത്തെ 5 പേരിൽ നിന്നും ഫസ്റ്റ് കൊണ്ടുവയ്ക്കുന്ന ആൾക്ക് 2 പോയിന്റും രണ്ടാമത്തെ 5 പേരിൽ നിന്നും ഫസ്റ്റ് കൊണ്ടുവയ്ക്കുന്ന ആൾക്ക് 2 പോയിന്റും. അങ്ങനെയാണ് ഈ സാധനത്തിന്റെ പോയിന്റ് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. പക്ഷേ ഈ ടാസ്കിനകത്ത് കുറച്ച് സാധനങ്ങൾ ഉണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ കേസ്, ഇത് ആദ്യം 10 പേരുടെ ഫോട്ടോസും ഇങ്ങനെ കറക്റ്റ് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. 10 പേരുടെ വലിയ ഫോട്ടോസാണ് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഇങ്ങേ അറ്റത്ത് അരുണിന്റെ ഫോട്ടോയും അങ്ങേ അറ്റത്ത് വിശാലിന്റെ ഫോട്ടോയാണ് ഉള്ളത്. അപ്പൊ ആദ്യം മത്സരിക്കാൻ പോകുന്നത് അരുൺ, ദീപക്, മുത്തു, അരുൺ, ദീപക്, ജാക്ലിൻ, മുത്തു, മഞ്ജരി, ഇങ്ങനെയാണ് ഓർഡർ. അരുൺ, ദീപക്, ജാക്ലിൻ, ഓർഡർ അങ്ങനെ ആവട്ടെ. അങ്ങറ്റത്ത് അരുണ്, ദീപക്, ജാക്ലിൻ, മുത്തു, മഞ്ജരി, ഇങ്ങനെയാണ്. എന്നിട്ട് അതവിടെ തീരുന്നില്ല. ബാക്കി 5 പേരുള്ളത് ഉണ്ടായിരുന്നത് പവിത്ര, സൗന്ദര്യ, റാണവ്, റയാൻ, വിശാൽ. അതങ്ങനെ 5 പേരുണ്ട്. പക്ഷെ ആ 5 എണ്ണം തുണി കൊണ്ട് മറച്ചിട്ടിരിക്കുകയാണ്, മൂടിയിട്ടിരിക്കുകയാണ്. കാരണം ആ 5 പേര് രണ്ടാമത്തെ റൗണ്ടിലാണല്ലോ കളിക്കുന്നത്. ഈ ടാസ്കിൽ ബിഗ് ബോസ് കളിച്ചു എന്ന് ഞാൻ പറയാൻ കാരണം അങ്ങേ അറ്റത്തുള്ളത് അരുണ്ടതാണ്. മനസ്സിലായോ? അരുണ്ടതാണ്. ഇപ്പം ഞാൻ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇപ്പം ഇങ്ങനെ ഒരു സാധനമുണ്ട്. ഇപ്പം ഇതിലാണ് ഫോട്ടോസ് ഒട്ടിച്ചിരിക്കുന്നത്. അപ്പം ഇവിടെയാണ് നമ്മുടെ അരുണിന്റെ ഫോട്ടോസ് ഉള്ളത്. ഇതിന്റെ നടുക്ക് നിൽക്കുന്ന ഒരാൾക്ക് ഇപ്പം കണ്ണ് കെട്ടി വന്നിട്ട് എവിടെയാണ് നടുക്ക് എന്ന് പറഞ്ഞ് തിരക്കേണ്ട ആവശ്യം വരും. പക്ഷെ അറ്റത്ത് നിൽക്കുന്ന ഒരാൾക്ക് പെട്ടെന്ന് പോയിട്ട് ഇവിടെ ഒന്നും ഇല്ല. ഇങ്ങനെ തൊടുന്നതും ഇവിടെ ആരുടെ ഫോട്ടോയാണോ കറക്റ്റ് മനസ്സിലാവും. അപ്പൊ അറ്റത്ത് നിൽക്കുന്ന അരുണാണ്. അരുൺ ആയതുകൊണ്ട് തന്നെ അരുണിന് വേറെ ഒന്നും ചിന്തിക്കേണ്ട. ഒരു ഒറ്റ ഓട്ടം ഓടി പോയത് എവിടെ അറ്റം ക്ലിക്ക് ചെയ്യുക, ഒരൊറ്റ അടി അടിക്കുക. മനസ്സിലായോ? ഒരൊറ്റ അടി അടിക്കുക, അരുണിന് പോയിന്റ് കിട്ടും. അതുപോലെ തന്നെ സെക്കൻഡ് റൗണ്ടിൽ വിശാലിനും കിട്ടും. കാരണം വിശാലിന്റെ ഫോട്ടോ ഉള്ളത് ഇങ്ങറ്റത്തെ ഫോട്ടോ ഉള്ളതുകൊണ്ട് വിശാലിന് എന്ത് ചെയ്യും, ഓടിപ്പോയി തപ്പി പിടിച്ച് ഈ അറ്റം പിടിച്ച് ഇങ്ങനൊരു കുത്തിയാൽ മതി. പക്ഷെ അത് കറക്റ്റ് ക്ലിക്ക് ചെയ്യണം. മാത്രമല്ല ഇത് 5 തവണ കറക്കും. നമ്മളെ കണ്ണൊക്കെ കെട്ടി നിർത്തിയിട്ട് 5 തവണ കറക്കിയിട്ട് കറക്റ്റ് സ്ട്രൈറ്റ് ആയിട്ട് തന്നെ നിർത്തുന്നത്. അപ്പം നമ്മൾ ഓടിപ്പോയിട്ട് ഇപ്പം ഞാൻ ഇങ്ങനെ വരുക, അപ്പോൾ എനിക്കറിയത്തില്ല. അപ്പം എൻ്റെ ഫോട്ടോ നടുക്കാണ് ഇരിക്കുന്നതെങ്കിൽ ഞാൻ ഇങ്ങനെ ഇവിടെ കിടന്ന് ഇങ്ങനെ തപ്പും. പക്ഷെ അതേസമയം അറ്റത്താണെങ്കിൽ എന്ത് ചെയ്യും, ഞാൻ ധൈര്യമായിട്ട് പോയത് ഇവിടെ നിന്ന് ഇങ്ങനെ തപ്പി ഒരൊറ്റ അടിക്ക് വന്ന് ഇങ്ങനെ അങ്ങ് പിടിക്കും. മനസ്സിലായോ? നടുക്കാണെങ്കിൽ ഇവിടെയാണോ എൻ്റെ ഫോട്ടോ എന്ന് പറഞ്ഞ് തപ്പിക്കൊണ്ടിരിക്കും. അപ്പം അങ്ങനെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് അതിനകത്ത് അരുണിനെ ഫസ്റ്റ് ടാസ്കിൽ ജയിപ്പിക്കാൻ വേണ്ടി ചെയ്ത പോലത്തെ ഒരു വേലയായിട്ടാണ് എനിക്ക് തോന്നിയത്. അതുപോലെ തന്നെ സെക്കൻഡ് റൗണ്ടിൽ വിശാലിനെ ജയിപ്പിക്കാനുള്ള വേലയും ചെയ്തു. പക്ഷേ ബിഗ് ബോസ് മാത്രം ജയിപ്പിക്കാൻ വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കൂല. ഇത് എന്ത് ചെയ്യണം, അവരും കൂടെ തന്നെ വിചാരിക്കണം. അവരും കൂടെ വിചാരിച്ചാലേ സംഭവം നടക്കത്തുള്ളൂ. അല്ലെങ്കിൽ ഇവർ വേറൊരു സംഭവം ചെയ്യാമെന്ന് പറഞ്ഞാൽ എന്താ, ഇതിനകത്തൊരു മാർഷാലിറ്റിയിൽ നമുക്ക് തോന്നണമെങ്കിൽ 10 ഫോട്ടോസ് ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ നടുക്ക് 5 എണ്ണം വെക്കണമായിരുന്നു. ഇങ്ങനെ 1, 2, 3, 4, 5 അങ്ങോട്ടും കുറേ സ്പേസ്, ഇങ്ങോട്ടും കുറേ സ്പേസ്. അപ്പോൾ ആർക്കും ഒന്നും അറിയാൻ പറ്റത്തില്ല. അറ്റത്ത് വരണോ, നേരെ പോകണോ, സൈഡിലോട്ടോ ഒന്നും അറിയാൻ പറ്റത്തില്ല. അങ്ങനെ ചെയ്യണമായിരുന്നു. അങ്ങനെ ഫസ്റ്റ് റൗണ്ടിൽ നടക്കുമ്പോൾ തന്നെ അരുൺ ഓടിപ്പോയി കൊണ്ടുവയ്ക്കുന്നുണ്ട്. അരുണാണ് ഫസ്റ്റ് വെക്കുന്നത്. സ്വന്തം ഫോട്ടോയിൽ തന്നെയാണ് അരുൺ വെക്കുന്നത്. അരുൺ തന്നെ 2 പോയിന്റ് കിട്ടുന്നു. മഞ്ജരി എവിടെയൊക്കെയോ കൊണ്ട് വെക്കുന്നുണ്ട്. മഞ്ജരിയുടെ ഫോട്ടോയുടെ സൈഡിലൊക്കെ ആവുന്നുണ്ടെന്ന് തോന്നുന്നു. അടുത്ത് 3ാമത് കൊണ്ടുവയ്ക്കുന്നത് ദീപക്കാണ്. പക്ഷെ ദീപക് കൊണ്ടുവയ്ക്കുന്നത് മുത്തുവിൻ്റെ ഫോട്ടോയിലാണ്. പിന്നെ മുത്തു കൊണ്ടുപോയി അപ്പുറത്ത് 5 പേര് ബ്ലൈൻഡ് ഇട്ട് വെച്ചേക്കുന്നില്ല, അവിടെ എവിടെയോ കൊണ്ടുപോയി തൊടുന്നു. ജാക്കിലിന് ഒരിടത്തും തൊടാതെ നിൽക്കുകയാണ്. അങ്ങനെ ഈ റൗണ്ടിൽ ജയിക്കുന്നത് അരുണാണ്. അരുണിന് മാത്രമേ പോയിന്റ് ഉള്ളൂ, ആദ്യം തൊടുന്ന ആൾക്ക് മാത്രം. അരുൺ കൊണ്ടുവച്ചത് സ്വന്തം ഫോട്ടോയിലാണ്ട് അരുണിന് തന്നെ 2 പോയിന്റ് കിട്ടുന്നു. രണ്ടാമത്തെ റൗണ്ട് വരുന്നു. പവിത്ര, സൗന്ദര്യ, റാണവ്, റയാൻ, വിശാൽ, അങ്ങനെയാണ് ഒട്ടിച്ചു വെച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് തോന്നുന്നു എന്തുകൊണ്ട് പവിത്രയ്ക്ക് അതുപോലെ ചെയ്യാൻ പറ്റൂല. പവിത്രയുടെ തൊട്ടപ്പുറത്ത് മഞ്ജരിയുടെ ഫോട്ടോ ഇരിക്കുകയാണ്. അതാണ് ഇപ്പൊ മൂടിയിട്ടിരിക്കുന്നത്. അപ്പൊ മൂടിയിട്ടിരിക്കുന്നത് നമുക്ക് അറിയാൻ പറ്റത്തില്ല. ഇവിടെ ഫോട്ടോ ഉണ്ടെന്നല്ലേ നമ്മൾ കരുതത്തുള്ളൂ. മനസ്സിലായോ? പക്ഷെ അങ്ങേ അറ്റത്തുനിന്ന്
അവിടെ അറിയാൻ പറ്റും. പക്ഷെ വിശാലിന് ബുദ്ധി ഇല്ലാത്തതുകൊണ്ട് തന്നെ വിശാൽ സ്വന്തം ഫോട്ടോകൾ പോലും തൊടുന്നില്ല. ബുദ്ധിയില്ല, പിടികിട്ടില്ല, ആരും തൊടുന്നില്ല. സൗന്ദര്യം എന്ത് ചെയ്യുന്നു? ഓടിപ്പോയി. സൗന്ദര്യം രണ്ടാമതാണ് നിൽക്കുന്നത്. സൗന്ദര്യം ഓടിപ്പോയി 2-ൽ നിൽക്കുന്ന സൗന്ദര്യം 3-ലോട്ട് കുത്തുന്നു. റാണവ് ആദ്യം സൗന്ദര്യമാണ് തൊടുന്നത്. റാണവിൻ്റെ കൊണ്ട് പെയിന്റ് അടിച്ച് വെക്കുന്നു. റാണവിന് കിട്ടുന്നു 2 പോയിന്റ്. റാണവിന് 2 പോയിന്റ് കിട്ടുന്നു. അപ്പോൾ ടിക്കറ്റ് ഫിനാലയുടെ ടാസ്ക് 1 കഴിയുമ്പോഴത്തേക്കും ഫസ്റ്റ് റൗണ്ടിൽ അരുണിന് 2 പോയിന്റും സെക്കൻഡ് റൗണ്ടിൽ റാണവിന് 2 പോയിന്റും. ഇത് 2 ഘട്ടമായിട്ട് നടന്നതുകൊണ്ട് അരുണിനും 2 പോയിന്റാണ്, റാണവിനും 2 പോയിന്റാണ്, ബാക്കി എല്ലാവർക്കും 0. അതാണ് നിലവിലിപ്പം നിൽക്കുന്നത്. അതിനുശേഷം പിന്നീട് ജാക്ലിൻ, സൗന്ദര്യ, പവിത്ര, റയാൻ സംസാരിക്കുകയാണ്. ജാക്ലിൻ വേണ്ടി എന്നാലും നീ എവിടെ കൊണ്ട് വെച്ച് കളഞ്ഞല്ലോ പക്ഷേ എന്നിങ്ങനെ പറയണം. അവനെ കൊണ്ട് എനിക്കേ അറിഞ്ഞുകൂടടി ഞാൻ എന്താ ചെയ്തതെന്ന് എനിക്കേ ഒരു പിടിയിട്ടില്ല എന്ന് സൗന്ദര്യം പറയാണ്. അപ്പോഴത്തേക്ക് റയാൻ, നീ ആ റാണവിൻ്റെ കൊണ്ട് വെച്ചിട്ട് തൊട്ടൊരു ഇടത് ഭാഗത്തല്ലേ എൻ്റെ ഫോട്ടോ വരുന്ന, അതിലോട്ട് നിനക്ക് വെച്ചുകൂടെയായിരുന്നാ? അപ്പം സൗന്ദര്യം ഒരു ഡയലോഗ് അടിക്കുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം റയാൻ്റെ അടുത്ത സൗന്ദര്യം അതുപോലെ ഒരു ഡയലോഗ് പറഞ്ഞിട്ടേ ഇല്ല. എടാ നിനക്ക് 2 തവണ ലഡു കിട്ടി, ബൊമ്മ ടാസ്കിലും ഇപ്പം കഴിഞ്ഞ വീക്കിലും. എപ്പോഴും അത് കിട്ടുമെന്ന് നീ പ്രതീക്ഷിക്കരുത് കേട്ടാ. അപ്പം ഞാൻ വിചാരിച്ചു റയാൻ എന്തെങ്കിലും തിരിച്ച് മറുപടി പറയുമായിരിക്കുന്നു. റയാൻ അണഞ്ഞിരുന്ന് ഒന്നും മിണ്ടിയില്ല. സൗന്ദര്യ കയറി റൂമിനകത്ത് അങ്ങ് പോയി. കാരണം ഞാൻ കൊണ്ട് നിൻ്റെ വെക്കാമോ, ഇപ്പം ഞാൻ നിനക്ക് വെച്ചേറി, ഇപ്പം ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞില്ലേ, റയാൻ്റെ അടുത്ത് മാത്രം ഒരു ചെറിയൊരു പാർഷ്വാലിറ്റി സൗന്ദര്യം കാണിക്കുന്നുണ്ടായിരുന്നു. ജെഫ്രി അടുത്തില്ലെങ്കിൽ പോലും റയാൻ്റെ അടുത്ത് ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നു സൗന്ദര്യക്ക്, ഇവരുടെ ഗോവ ഗ്യാങ്ങിനകത്ത്. പക്ഷെ ആ സാധനമാണ് ഇന്ന് സൗന്ദര്യം ബ്രേക്ക് ചെയ്തത്. അത് ഇന്നാണ് സൗന്ദര്യം ബ്രേക്ക് ചെയ്യുന്നത്. ഇത്രയും ദിവസം ബ്രേക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ അതെനിക്കൊരു ഇതായിട്ട് തോന്നി, കൊള്ളാം എന്ന് തോന്നിപ്പോയി. അപ്പോൾ ഇത്രയാണ് ഇന്നലത്തെ എപ്പിസോഡിലുള്ളത്. ഇനി ഞാൻ ഇന്ന് രാത്രിയിലത്തെ എപ്പിസോഡ് റിവ്യൂ ആയിട്ട് വരാം. ഞാൻ സുജോ ബ്രോൻ്റെ മാരേജിൻ്റെ തൊട്ട് മുന്നേയുള്ള ബാച്ചിലർ പാർട്ടിക്ക് വേണ്ടി പോയിരുന്നു. എന്നിട്ട് തിരിച്ചിപ്പോൾ വന്നതേ ഉള്ളൂ. ഡ്രസ്സ് പോലും മാറ്റിയിട്ടില്ല, ഫുഡൊന്നുമേ കഴിച്ചിട്ടില്ല. ഇനി വേണം പോകാൻ. ഓക്കെ, അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരാൻ വിശേഷമായിട്ട്. അപ്പോൾ അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.